ഇനി നമുക്ക് റിയാക്ഷനിലെ എലമെന്ററി റിയാക്ഷൻസ് അതേപോലെ തന്നെ കോംപ്ലക്സ് റിയാക്ഷൻസ് ഇതിലെ വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. എലമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഇക്വേഷൻ എഴുതുമല്ലോ, ആ സ്റ്റെപ്പ് മാത്രമേ അതിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനെയാണ് നമ്മൾ എലമെന്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. എലമെന്ററി റിയാക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലിക്കബിൾ ആണ് ഏതില്? സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എലമെന്ററി റിയാക്ഷനിൽ. അപ്പോൾ നമുക്ക് റേറ്റിന് ശരിക്കും എന്ത് ചെയ്യണ്ട, എക്സ്പെരിമെന്റൽ വാല്യൂസ് നോക്കേണ്ട ആവശ്യം വരില്ല. ലോ ഓഫ് മാസ് ആക്ഷൻ എങ്ങനെ എഴുതാൻ നമുക്കറിയാം. അപ്പോൾ a+2b ഗീവ്സ് സി ആണ് എങ്കിൽ ഇതിലെ കോഎഫിഷ്യന്റുകൾ തന്നെ ആയിരിക്കും നമ്മുടെ റേറ്റ് ഇക്വേഷനിൽ എക്സും വൈ ആയിട്ട് വരുന്നത്. അപ്പോൾ റേറ്റ് ഈക്വൽ ടു എന്റെ പവർ എത്രയാ? 1, ബിന്റെ പവർ 2 വരും. അപ്പോൾ k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് അതിന്റെ ഓർഡർ 3 ആണെന്ന് പറയാം. 1 + 2 3. അപ്പോൾ ഇതാണ് എലമെന്ററി റിയാക്ഷൻസിന്റെ പ്രത്യേകത. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർമേഷൻ ഓഫ് NO2. 2NO + O2 gives 2NO2. ഇതൊരു എലമെന്ററി റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേറ്റ് എങ്ങനെ എഴുതാം? k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Na ഹോൾ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2. അപ്പോൾ NOന്റെ പവർ എക്സും ഈ കോയിഫിഷ്യന്റ് സെയിം ആണെന്ന് അർത്ഥം. O2ന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ O2ന്റെ പവർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഓർഡർ എത്രയായിരിക്കും? 3 ആണ്. ഇനി കോംപ്ലക്സ് റിയാക്ഷൻസ്. ഇത് സിംഗിൾ സ്റ്റെപ്പിലല്ല നടന്നിട്ടുണ്ടാവുക. നമ്മൾ എഴുതുമ്പോൾ അത് അങ്ങനെ എഴുതും, പക്ഷെ അത് സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ആയിരിക്കില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് റിയാക്ഷൻസ്. അതൊരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്, ഒരു സ്റ്റെപ്പിൽ തീരുന്നതല്ല. അപ്പോൾ നമ്മൾക്ക് ഇതിനൊരു എക്സാമ്പിൾ, ഒരു a+2b = c+d എന്ന ഒരു റിയാക്ഷൻ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതിയാലും അത് ആ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ അല്ല. അപ്പോൾ നമ്മളത് ഒരു 2 സ്റ്റെപ്പിലാണ് നടക്കുന്നതെന്ന് കരുതുക. ഇവിടെ നോക്കൂ, a+b gives c+x. ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരാൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ സാധാരണ രീതിയിൽ ഈ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതായിരിക്കും സ്ലോ സ്റ്റെപ്പ് ആയിട്ട് വരിക. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്ലോ എന്ന് എഴുതിയത്. അടുത്തത് ഈ എക്സ് പ്ലസ് ബി ഗീവ്സ് ഡി ആണ്. ഇത് രണ്ടും കൂടെ കണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ a+2b = c+d കിട്ടും. അപ്പോൾ ഇതാണ് ആ ഇന്റർമീഡിയറ്റ് ഉണ്ടായി അത് റിയാക്ട് ചെയ്യുന്ന സ്റ്റെപ്പ്. അത് ഫാസ്റ്റ് സ്റ്റെപ്പാണ്. സാധാരണ രീതിയിൽ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പ് സ്ലോ ആയിരിക്കും, പിന്നീട് അത് റിയാക്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ വരുന്നതെങ്കിൽ ഒരു ഇക്വേഷനിൽ അതിന്റെ റേറ്റിനെ തീരുമാനിക്കുന്നത്, ഒരു റിയാക്ഷനിൽ അതിന്റെ റേറ്റിനെ തീരുമാനിക്കുന്നത് സ്ലോ സ്റ്റെപ്പ് ആയിരിക്കും. അപ്പോൾ സ്ലോ സ്റ്റെപ്പിന്റെ റേറ്റ് എഴുതിയാൽ മതി. ഏത്? നമ്മളെ കോയിഫിഷ്യന്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ റേറ്റ് എഴുതുന്ന സമയത്ത് സ്ലോ സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് വരും. അപ്പോൾ നോക്കൂ, എന്റെ കോയിഫിഷ്യന്റ് എത്രയാ? നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 1 ആണ്, അത് അവിടെ ഓക്കെ ആണ്. പക്ഷെ ബിന്റെ കോയിഫിഷ്യന്റ് 2 ആണ്, അതല്ല വന്നത്. ബിൻ്റെത് 1 ആണ് വന്നത്. അപ്പോൾ അതിന്റെ ഓർഡർ വരുന്നത് 2 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ കോയിഫിഷ്യന്റ് ഇടായിരുന്നെങ്കിൽ 3 വരണമായിരുന്നു. അപ്പോൾ 2 വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് റിയാക്ഷനിൽ എന്തല്ല, അപ്ലിക്കബിൾ അല്ല. എലമെന്ററി റിയാക്ഷൻസ് ആണെങ്കിൽ ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലിക്കബിൾ ആണ്, പക്ഷെ കോംപ്ലക്സ് റിയാക്ഷനിൽ ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലിക്കബിൾ അല്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ. ഇവിടെ 2H2O2 gives 2H2O + O2. അവിടെ നമ്മളൊരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു കോംപ്ലക്സ് റിയാക്ഷനാണ്, 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. അതില് H2O2 + I- ആ കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്ത് H2O + IO- ഉണ്ടായി. ഇതാണ് ഇവിടെ ഇന്റർമീഡിയറ്റ്. ആ ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്ന സ്റ്റെപ്പാണ് എന്ത്? സ്ലോ സ്റ്റെപ്പ്. അതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് വരുന്നത്.
അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ആ ഇന്റർമീഡിയറ്റ് IO മൈനസ് പ്ലസ് H2O2 gives H2O plus O2 plus I minus. ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇക്വേഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആ സ്ലോ സ്റ്റെപ്പ് റേറ്റ് എഴുതാം. എങ്ങനെ? K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O2 അതിന്റെ പവർ 1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I മൈനസ് അതിന്റെ പവർ 1. ആ സ്ലോ സ്റ്റെപ്പാണ് നമുക്ക് എന്ത് ചെയ്യാം, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായിട്ട് വരിക. അപ്പൊ നമ്മള് ഈ ലോ ഓഫ് മാസ് ആക്ഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഇതിലെ സ്ലോ സ്റ്റെപ്പിനെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് H2O2 പവർ 2 അതല്ല, H2O2 പവർ എത്രയാ? 1 ആണ്. പിന്നെ അവിടെ ഒരു I മൈനസിന്റെ കോൺസെൻട്രേഷനും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഓർഡർ എത്രയാ വരിക? 2. ഇതാണ് ഈ എലമെന്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മള് ഈ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തല്ലോ, ആ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ് സാധാരണഗതിയിൽ എന്ത് വരുന്നത്? സ്ലോ സ്റ്റെപ്പായിട്ട് വരുന്നത്. അല്ലാതെ വന്നാൽ അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ നോക്കൂ, A+2B gives C+D. നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷൻ. ഇനി നമ്മൾ A+B gives C+X ആണ്. ഇവിടെ ഈ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്ത ഈ റിയാക്ഷൻ ഫാസ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ X+B gives D എന്നതാണ് സ്ലോ സ്റ്റെപ്പ് എങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ റേറ്റ് എഴുതുകയാണ്. ആ റേറ്റ് എഴുതുമ്പോൾ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. പക്ഷെ ആ കോൺസെൻട്രേഷൻ ഓഫ് X നമുക്ക് കിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ആ കോൺസെൻട്രേഷൻ ഓഫ് Xനെ നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അത് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഈ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിലെത്തും, അതിൽ നമ്മൾ KC കാണാം. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അതിന്റെ പ്രൊഡക്റ്റ് അല്ലെ, ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷന്റെ ഡിവൈഡഡ് ബൈ റിയാക്ടൻസിന്റെ പ്രൊഡക്റ്റ്, അതായിരുന്നു KC വന്നിരുന്നത് നമ്മൾ മുമ്പ് ഇക്വിലിബ്രിയത്തിൽ പഠിച്ചത്. അപ്പൊ KC ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് X ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് എഴുതാം. അവിടെ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് X കിട്ടൂലേ? കിട്ടും. അത് നമുക്ക് കിട്ടുക KC ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് C. അത് മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു K ഇൻറ്റു KC വരും. അത് മറ്റൊരു കോൺസ്റ്റന്റ് ആയിട്ട് മാറി എന്ന് കരുതിയാൽ മതി. അപ്പൊ അവിടെ നോക്കും, ഇവിടുന്ന് Xനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നത് K ഡാഷ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B രണ്ടെണ്ണം വന്നു, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C റേസ്ഡ് -1 വന്നു. അപ്പൊ നമ്മള് ഈ ഒരു റിയാക്ഷന്റെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഇവിടെ 1 -1 പോയി, ഇതിന്റെ ഓർഡർ എത്രയാണ് വരിക? 2 ആണ് വരിക. അപ്പൊ ഇതാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ അല്ല സ്ലോ പ്രോസസ് എങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ രീതിയിൽ. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് Xനെ നമ്മൾ അവിടുന്ന് എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് വരും. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിന് എക്സാമ്പിൾ നമ്മളെ ഓസോണിന്റെ ഡീകമ്പോസിഷൻ. ഓസോണിന്റെ ഡീകമ്പോസിഷന് O3 2O3 gives 3O2. ഈ റിയാക്ഷൻ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. 2 സ്റ്റെപ്പിലായിട്ടാണ് ഇത് നടക്കുന്നത്. ആദ്യം നോക്കൂ, O3 gives O2 പ്ലസ് O. ഇതാണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് വന്നത്. ഇത് ഫാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ ഇതല്ല റേറ്റിനെ തീരുമാനിക്കുന്നത്. ഈ അടുത്തത് ആ ഇന്റർമീഡിയറ്റ് O പ്ലസ് O3 gives നമുക്ക് O2 ആണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ഒരു 2O2 ഉണ്ടായി. ഇതാണ് സ്ലോ സ്റ്റെപ്പ് എങ്കിൽ നമ്മൾ ഇതിന്റെ റേറ്റ് കാണാൻ പോവാണ്. ആദ്യം നമുക്ക് സ്ലോ സ്റ്റെപ്പ് എന്ന് എഴുതാം. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3. ഇതിൽ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് O അവിടെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഫാസ്റ്റ് റിയാക്ഷൻ നമ്മൾ KC എഴുതി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് O എന്നുള്ളത് KC ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3
ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ആദ്യത്തെ റിയാക്ഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ റേറ്റിന്റെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും, റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഇവിടെ കിട്ടിയിട്ടുണ്ട്, Kc ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇത് മറ്റൊരു കോൺസ്റ്റന്റ് ആയി K ഡാഷ് കോൺസെൻട്രേഷൻ ഓഫ് O3 അതിന്റെ പവർ എത്രയാ വരിക, 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2 പവർ -1 ആണ്. അപ്പൊ ഈ ഡീകമ്പോസിഷൻ ഓഫ് ഓസോണിന്റെ ഓർഡർ എത്രയാ, 2 - 1 ആണ് ഇതിന്റെ ഓർഡർ വരിക. ഇതാണ് എലമെന്ററി റിയാക്ഷൻസും പിന്നെ കോംപ്ലക്സ് റിയാക്ഷൻസും വരുന്നത്.